അപ്പൊ ഗൈസ് വെൽക്ം ബാക്ക് ടു മല്ലു നോക്കൗട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ, JDM വീസസ് ഇസ്ലാം ഹൂ വിൻസ്. അപ്പൊ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ അനലൈസ് ചെയ്യുകയാണ് JDM വീസസ് ഇസ്ലാം. അപ്പൊ ഗൈസ് ഇപ്പൊ ഒരു ഫൈറ്റ് അനലൈസ് ചെയ്യുമ്പോ ഓവറോൾ പല മാർഗങ്ങളുണ്ടെങ്കിലും നമുക്ക് ബേസിക്കലി നമുക്കൊരു ഫൈറ്റ് അനലൈസ് ചെയ്യുമ്പോ MMA 3 ആസ്പെക്ട്സ് വെച്ച് അനലൈസ് ചെയ്യുള്ളൂ: സ്ട്രൈക്കിംഗ്, ഗ്രാപ്ലിംഗ്, പിന്നെ റെസ്ലിംഗ്. ഗ്രാപ്ലിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ച അടിയിൽ 2 ബട്ടും ഹിറ്റ് ചെയ്തതിന് ശേഷമുള്ള ലോകം, അതാണ്ട് ഗ്രാപ്ലിംഗ്. മറ്റേത് റെസ്ലിംഗ്, ഒരു ഫൈറ്റ് താഴെടാനുള്ള അത്. അപ്പൊ ഈ ഫൈറ്റ് സ്ട്രൈക്കിംഗ് എന്തായാലും നമുക്ക് കമ്പാരിസൺ JDM കുറെ പേരൊക്കെ പറയണ ബെസ്റ്റ് ബോക്സർ ആയിട്ട് 170 എന്നൊക്കെയാണ്. അത് ഞാൻ ഇത്ര നാൾ യോജിക്കണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നാണ് ഞാൻ ഇലിയ ടുപൂരിയെ 2 ആഴ്ച മുമ്പ് ജോറോഗന്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞായിരുന്നു MMA ബോക്സേഴ്സ് കോമ്പിനേഷൻ പഞ്ചസ് എറിയണില്ലെന്ന്. അപ്പൊ ഞാൻ അതിനെ ആദ്യം എതിർത്തായിരുന്നു. കോമ്പിനേഷൻ എറിയുമ്പോൾ റെസ്ലറിനായിട്ട് വരുമ്പോ ടേക്ക് ഡൗൺ സസെപ്റ്റബിൾ ആവുന്നു. പക്ഷെ നമ്മുടെ JDM കിഡിലും കോമ്പോ പറഞ്ഞിട്ട് ബലാലിന് തൊടാൻ പറ്റുന്നുണ്ടായില്ല. എന്ന് വെച്ചാൽ ഹുക്ക്, ഡബിൾ ഹുക്ക്, അപ്പർ കട്ട്, പിന്നെ മാറി മാറിയാണ് പഞ്ചേരിന്റെ സൗത്ത് പോലി. അപ്പൊ ആ കോമ്പിനേഷൻ പഞ്ചസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരാൾ ഇതേവരെ ഹിറ്റ് കൊണ്ടേക്കണില്ല ഏറ്റവും ഹാർഡസ്റ്റ് പഞ്ചസ് ആയിക്കോളൂ. കാരണം 155 ഫൈറ്റ് ചെയ്ത ഒരാളാണല്ലോ. ആ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ നമ്മുടെ റെസ്ലിംഗ് ഗ്രാപ്ലിംഗ് ഒന്നും കമ്പാരിസൺ ഇല്ല. എന്തായാലും ബെറ്റർ ഇസ്ലാമാണ്. പക്ഷെ JDM ഒരുമാതിരി പ്രത്യേക ടൈപ്പ് ടേക്ക് ഡൗൺ ഡിഫൻസ് ആണ് ബലാലിനായിട്ട് ഡിസ്പ്ലേ ചെയ്തത്. 14 ടേക്ക് ഡൗൺ അറ്റംപ്റ്റിൽ എന്താണ്ട് 3 സക്സസ്ഫുൾ ആയുള്ളു. 11 9 എനിക്കത് സ്റ്റാറ്റ് വ്യക്തമായിട്ട് ഓർമ്മയില്ല. എന്നാലും 3 ടേക്ക് ഡൗൺ അറ്റംപ്റ്റ് ബലാലിന്റെ സക്സസ്ഫുൾ ആയുള്ളു. ഇവിടെ ഇസ്ലാമിന് ഗുണം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് ഡൗൺ ചെയ്ത് കഴിയാനായിട്ട് ഇസ്ലാമിന്റെ കയ്യിലുള്ള 2 ടൂൾസ് ആണ്. ഒന്ന് റെസ്ലിംഗ് അല്ല, ചെയിൻ റെസ്ലിംഗ്, ഡാഗസ്റ്റാൻ റെസ്ലിംഗും ജൂഡോയും. ഇസ്ലാമിന്റെ ജൂഡോ അറിയാല്ല, കേജിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റിൻ ബോറിനൊക്കെ ചെയ്ത പോലെ പിടിക്കുക, ട്രാൻസിഷൻ ചെയ്യുക, ഒരു മൂവ്മെന്റ് കാണിക്കുക, മനസ്സിലായി. റെസ്ലിംഗ് മാത്രമല്ല, ജാൾസിനൊക്കെ ചെയ്ത പോലെ ജൂഡോ ട്രിപ്സ് വെച്ച് വിടാൻ പറ്റും. പക്ഷെ താഴെ വീണ് കഴിഞ്ഞാൽ ഇസ്ലാം ബലാലിനേലും മച്ച് ബെറ്റർ ആണ്. ഇസ്ലാം വൺ ഓഫ് ദ ചാൾസ് ഒലിവേറിന് ഒരു പൊടിക്ക് മേലെ കൂടിയ ഗ്രാപ്പറാണ് ഇസ്ലാം. കാരണം റെസ്ലിംഗും ഗ്രാപ്ലിംഗും ഒരുമിച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രഷറൊക്കെ ഉണ്ട്. ചാൾസ് ഒലിവേറയൊക്കെ സബ്മിറ്റ് ചെയ്യും, ഗാർഡ് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്ത് കിടക്കും. പക്ഷേ ഇസ്ലാം ഒന്നും ഒരിക്കലും അങ്ങനെയല്ല. ഇസ്ലാമൊക്കെ ഓരോ സെക്കൻഡും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ നോക്കും. അതേപോലത്തെ ഒരു ടൈപ്പ് റെസ്ലേഴ്സും ഗ്രാപ്ലേഴ്സാണ് അർമാനും ഗ്യാമറോട്ടൊക്കെ. ചാൾസ് ഒലിവേറ പ്യുവർ BJJ സ്റ്റൈലാണ്, വ്യത്യാസമുണ്ട്. ഇസ്ലാം എന്തോന്നാലും ബെസ്റ്റ് ഗ്രാപ്ലർ ആയിട്ട് 155 ആണ്. അത്ര അടിപൊളിയായി ഇസ്ലാം അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ JDM പണി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഫൈറ്റ് ജയിക്കാം. അല്ലാണ്ട് ബലാലിനെ പോലെ പുള്ളി എണീറ്റ് വന്നെയാണെങ്കിൽ, കാരണം JDM കോച്ചസ് ഒക്കെ ഇതാണ്. പിന്നെ JDM ഫ്ലോ എന്ന് ഞാൻ പറഞ്ഞ ബേൺസ് ആയിട്ടുള്ള ഫൈറ്റിൽ 7 പ്രാവശ്യം ടേക്ക് ഡൗൺ ചെയ്യപ്പെട്ടു. പക്ഷെ അതെല്ലാരും പറയണ അവന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടായതാണ്. കൈ ഒടിഞ്ഞിട്ടും ലാസ്റ്റ് മൊമെന്റ് വരെയും വിടാണ്ട് ആ മറ്റൊരു ബ്രേക്ക് ഡൗൺ ഡാൻസ് പോലത്തെ ഒരു മൂവ് അടിച്ച് എസ്കേപ്പ് ഇട്ട് ബേൺസിനൊക്കെ ചെയ്തപ്പോൾ അവന്റെ മെന്റൽ പവർ കൂടുതലാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ JDM നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഒരു സ്മോൾ ഡിവിഷനിലെ ആള് ബിഗർ ഡിവിഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ ബിഗർ ഡിവിഷനിൽ ഇസ്ലാം ഇൻവിൻസിബിൾ ഗോട്ടാണ്, ഭയങ്കര കഴിവുകളാണ്. എന്നാലും നമ്മൾ വേറൊരു ഡിവിഷന് വില കൊടുക്കണം. കാരണം അവരുടെ ബോൺ സ്ട്രെങ്ത് നാച്ചുറൽ. ഇപ്പൊ JDM 155 ചിലപ്പോൾ മേക്ക് ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമിന് പറ്റും. അപ്പൊ ആ ബോഡി സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഇസ്ലാം ബിഗ് ആണെങ്കിലും എന്ന് വെച്ചാൽ ഇസ്ലാം ഒരു നാച്ചുറൽ വെൽട്ടർ വെയിറ്റിന്റെ പോലെ സൈസ് ആണെങ്കിലും, ബക്ലിനെയൊക്കെ കണ്ട ബക്ലി വെൽട്ടർ വെയിറ്റ് ആണെങ്കിലും സൈസ് കണ്ട 2 പൊന്നോ സീനല്ലേ. അപ്പൊ ആ ഒരു ഹയർ വെയിറ്റ് ക്ലാസ്സിലോട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇസ്ലാമി. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രഡിക്റ്റ് ചെയ്യണം 51-49 ഇസ്ലാമിനെ ഞാൻ കൊടുക്കണം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇത്രയും ഇസ്ലാമിന് ബയസ്ഡ് ആണ്. എന്നാലും JDM ഇസ്ലാമിനെ തോപ്പിച്ച് ഞാൻ ഒരിക്കലും ഞെട്ടാൻ പോണില്ല. കാരണം നമ്മ ഹയർ വെയിറ്റ് ക്ലാസ്സിലെ ആൾക്ക് ആ ഒരു റെസ്പെക്ട് കൊടുക്കണം. ആ ബലാലിന്റെ റെസ്ലിംഗ് ഇത്രയും ടെക്നോളജി ഇതില്ലേ. ഇസ്ലാം കുറച്ചൊരു അടിപൊളി പവറുള്ള ആളാണെങ്കിലും റെസ്ലിംഗ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും JDM ജയിച്ചാലും നമ്മൾ ഞെട്ടാണെന്നില്ല, ഇമ്പോസിബിൾ പോലെ. ഇപ്പൊ ഇലിയ ഇസ്ലാമിനെ തോപ്പിച്ചാൽ നമ്മൾ ഞെട്ടുമായിരുന്നു. ഇലിയൊക്കെ അതിനുള്ള ടൂൾസ് ഉണ്ടെങ്കിലും JDM തോപ്പിച്ചാൽ ഞെട്ടാണെന്നില്ല. എന്നാലും ഞാൻ 51-49 ഇസ്ലാം ജയിക്കുമെന്ന് പറഞ്ഞാൽ 51-49 അത്ര ക്ലോസ് ആണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടാ.